ബ്ലീഡ് ഇന്ത്യ വിത്ത് 1000 കട്ട്സ്. ഇന്ത്യയെ 1000 വെട്ടുകൾ വെട്ടി ചോര വാർത്ത് കൊല്ലുക. പാകിസ്ഥാന്റെ മുൻ ഏകാധിപതി സിയാ ഉൾ ഹക്ക് പണ്ട് മെനഞ്ഞെടുത്ത സൈനിക തന്ത്രമാണിത്. ഇന്ത്യയിലേക്ക് അതിർത്തി കടത്തി തീവ്രവാദികളെ കയറ്റിവിട്ട് ഈ ഗൂഢലക്ഷ്യം നടപ്പിലാക്കാൻ പാകിസ്ഥാൻ കാലങ്ങളോളം ശ്രമിച്ചു. എന്നാൽ ഇന്ന് കാലം കാത്തുവെച്ച കാവ്യനീതി എന്താണെന്ന് പാകിസ്ഥാൻ ശരിക്കും അനുഭവിച്ചറിയുകയാണ്. സ്വന്തം രാജ്യത്തെ ഭീകരവാദികളുടെയും വിമതരുടെയും വെട്ടേറ്റ് പാകിസ്ഥാൻ തന്നെ ഇന്ന് പല കഷ്ണങ്ങളായി ചോര വാർന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നും പൂർണ്ണമായും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. അവിടേക്ക് നേരിട്ട് കാലുകുത്താൻ പോലും പാക് സൈന്യത്തിന് ഇപ്പോൾ ഭയമാണ്. സായുധ വിമതരെ പേടിച്ച് സ്വന്തം രാജ്യത്ത് പുറത്തു നിന്ന് വ്യോമാക്രമണം നടത്തി തടിയൂരുകയാണ് അവർ. ഇതൊന്നും സങ്കല്പിച്ചു നോക്കൂ. ഇന്ത്യയിൽ മാവോയിസ്റ്റുകളോ നക്സലുകളോ ഏതെങ്കിലും ഒരു സംസ്ഥാനം പിടിച്ചെടുത്ത് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും അവിടേക്ക് റോഡ് മാർഗം പോകാൻ ഭയന്ന് ഇന്ത്യൻ സൈന്യം പുറത്തു നിന്ന് ബോംബിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല, അല്ലേ? എന്നാൽ അതാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ നക്സലുകളെയും മാവോയിസ്റ്റുകളെയും ഒന്നുകിൽ തിരുത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരെ പുനരധിവസിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് വഴങ്ങാത്തവരെ കൃത്യമായി വകവരുത്താനോ അമിത്ഷായുടെ കീഴിലുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന് കൃത്യമായി സാധിച്ചിട്ടുണ്ട്. ആഭ്യന്തര തീവ്രവാദ മുക്ത രാജ്യമായി ഇന്ത്യ എന്നൊരു അഖണ്ഡ രാഷ്ട്രമായി തല ഉയർത്തി നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ഇന്ത്യയെ തുണ്ടം തുണ്ടമാക്കാൻ തീവ്രവാദികളെ പോറ്റി വളർത്തിയ പാക് സൈന്യം സ്വന്തം രാജ്യത്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി ഒളിക്കുന്നത്. ബലൂചിസ്ഥാന് പിന്നാലെ ഇപ്പോൾ ഖൈബറും പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്രമാകാൻ പോവുകയാണ്. നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ അഥവാ TTP അവിടെ ഓപ്പറേഷൻ ഖൈബർ തുടങ്ങിക്കഴിഞ്ഞു. ടാങ് ജില്ലയിലും മുൻപ് പാക് സൈന്യത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്ന നോർത്ത് വസീറിസ്ഥാനിലും മലഖണ്ഡ് ഡിവിഷനിലുമൊക്കെയായി 8 ഇടങ്ങളിലാണ് TTP ഒരേ സമയം ആക്രമണം അഴിച്ചുവിട്ടത്. പാക് സുരക്ഷാ സേനയെ വെറും നോക്കുകുത്തിയാക്കിയാണ് രാജ്യത്തിന്റെ മറ്റൊരു ഭാഗം കൂടി അവർ അടർത്തിയെടുക്കുന്നത്. പാകിസ്ഥാനിൽ ഇപ്പോൾ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ നാട്ടുകാർക്ക് സുരക്ഷ ഒരുക്കേണ്ട പാക് സുരക്ഷാ സേനയ്ക്ക് ഇപ്പോൾ എക്സ്ട്രാ സുരക്ഷ വേണ്ട ഗതികേടാണ്. ഈ പാക് സുരക്ഷാ സേനയ്ക്ക് ആര് സുരക്ഷ ഒരുക്കുമെന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. പാക് സുരക്ഷാ സേനയുടെ കനത്ത കാവലും തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനുകളും നിലനിൽക്കെയാണ് അവരെ എല്ലാം വെറും കാഴ്ചക്കാരാക്കി TTPയുടെ ഈ ആക്രമണ പരമ്പര അരങ്ങേറിയത്. ഇത്രയും വലിയൊരു സായുധ നീക്കം മുൻകൂട്ടി കണ്ട് തടയുന്നതിൽ പാക് രഹസ്യാന്വേഷണ ഏജൻസികളും ദയനീയമായി പരാജയപ്പെട്ടു. ഒരു സാധാരണ ഭീകര സംഘടന എന്നതിലുപരി പാക് സൈന്യത്തെ മുട്ടുകുത്തിക്കാൻ ശേഷിയുള്ള ഒരു വലിയ സായുധ സംഘമായി ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് പുറമെ TTP മാറിയിരിക്കുന്നു എന്നതാണ് ഇതിൽ തെളിയിക്കുന്ന കാര്യം. ആക്രമണത്തെ തുടർന്ന് ഖൈബർ പക്തുങ്ക പ്രവിശ്യയിലാകെ പാക് ഭരണകൂടം അതീവ ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ എത്ര സൈനികർ കൊല്ലപ്പെട്ടു എന്നതോ മറ്റു നാശനഷ്ടങ്ങളുടെ കണക്കുകളോ ഒന്നും തന്നെ പുറത്തുവിടാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. സ്വന്തം കഴിവുകേടും നാണക്കേടും ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനാണ് പാക് സൈന്യം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് ഇപ്പോഴും സുരക്ഷാ സേനയുടെ പരിശോധനകൾ തുടർന്നു വരികയാണ്. പക്ഷെ ഒരു കാര്യവുമില്ല. ആരെ കിട്ടാനാണ്, എന്ത് ചെയ്യാനാണ് അവർ? ആഭ്യന്തര സായുധ സംഘങ്ങളെയും വിമതരുടെയും നിരന്തര ആക്രമണങ്ങൾ കാരണം സ്വന്തം ജീവൻ എങ്ങനെ സംരക്ഷിക്കുമെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുന്ന പാക് പോലീസിനും പട്ടാളത്തിനും എന്ത് ചെയ്യാൻ കഴിയും അവിടെ? ഇന്ത്യയെ തകർക്കാൻ കോടികൾ ചെലവാക്കി തീവ്രവാദികളെ വളർത്തിയ പാക് സൈന്യത്തിന് ഇപ്പോൾ സ്വന്തം രാജ്യം കൺമുന്നിൽ കിടന്ന് ഛിന്ന ഭിന്നമാകുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. മതം പറഞ്ഞ് ഈ രാജ്യം വെട്ടിമുറിച്ചു കൊണ്ടുപോയ മുഹമ്മദ് അലി ജിന്നയുടെ ആത്മാവ് ഇപ്പോൾ സ്വയം ശപിക്കുന്നുണ്ടാകും. നേരാവണ്ണം ഭരിക്കാൻ അറിയാവുന്ന ഒരു ജനതയെ വാർത്തെടുക്കാൻ പരാജയപ്പെട്ടത്. ഇങ്ങനെ മുറിഞ്ഞു പോകാനാണെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു ഇത്ര കഷ്ടപ്പെട്ട് ഓഹരി വാങ്ങി ഒരു രാജ്യം ഉണ്ടാക്കിയതെന്നോർത്ത് അദ്ദേഹം സ്വയം ശപിക്കുന്നുണ്ടാവും. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നാളിതുവരെ പാകിസ്ഥാനിലെ ഒരൊറ്റ പ്രധാനമന്ത്രി 5 കൊല്ലം തികച്ചിട്ടില്ല. ഒന്നുകിൽ അവർ കൊല്ലപ്പെടും, അല്ലെങ്കിൽ തുറങ്കിലടയ്ക്കപ്പെടും. ഇതാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ അവസ്ഥ. അയൽക്കാരനെ വകവരുത്താൻ വേണ്ടി പാൽ കൊടുത്ത് വിഷപ്പാമ്പുകളെ വളർത്തി ആ വിഷപ്പാമ്പുകളെല്ലാം പെറ്റുപെരുകി ഇപ്പോൾ സ്വന്തം വീട്ടിനുള്ളിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ. ഇന്ത്യയെ 1000 കഷ്ണമാക്കാൻ വന്നവൻ 10,000 കഷ്ണമായി സ്വയം മുറിഞ്ഞു പോകുന്ന കാഴ്ച. ബലൂചിസ്ഥാൻ പോയി, ഇപ്പോൾ ഖൈബറും പോകുന്നു. ഭീകരവാദത്തെ വിദേശ നയമാക്കിയ പാക് ഭരണകൂടത്തിന് ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. മിസ്റ്റർ സിസ്റ്റം.